മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് തൻ്റെ അടിമയെ പ്രയാണം നടത്തിച്ച അള്ളാഹു എത്ര പരിശുദ്ധവാനാണ്. ആ ഖുർആനിൻ്റെ പ്രയോഗം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മിഅ്റാജിൻ്റെ ദിവസമാണ് നമ്മളിലേക്ക് വരുന്നത്. എന്താണ് മിഅ്റാജ്, എന്താണ് ഇസ്രാ എന്നതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇസ്രാ എന്ന് പറഞ്ഞാൽ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിച്ചതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1200 മുതൽ 1300 കിലോമീറ്റർ വരെയാണ് ദൂരം കണക്കാക്കുന്നത്, ഇപ്പോൾ ദൂരം കണക്കാക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് യാത്ര എന്ന് പറയുന്നത് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലത്താണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ അന്ന് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ സഞ്ചരിച്ചിട്ട് മദീനയിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലേക്ക് എത്താൻ ഏകദേശം 1 മാസത്തെ ദൂരം, 1 മാസത്തെ വഴിദൂരം എടുക്കും. ഇത്രയും ദൂരം ഇന്നത്തെ കണക്കനുസരിച്ച് തന്നെ 1200 1300 കിലോമീറ്റർ വരുന്ന ആ ദൂരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി കൊണ്ട് സഞ്ചരിച്ചത്. ഒരു രാത്രിയിലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് ഒരു അത്ഭുതമായി മാറുന്നത്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഒരു അത്രയും വഴിദൂരമുള്ള ആ സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയത്, ഇസ്രാ നടത്തിയത്. മഹത്തായ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാന എന്നുള്ള പ്രയോഗം തന്നെ നമുക്കവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആ ഒരുവൻ്റെ പരിശുദ്ധി, ആ ഒരുവന്റെ പരിശുദ്ധി എത്രയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് തൻ്റെ അടിമയെ പ്രയാണം നടത്തിച്ച അള്ളാഹു എത്ര പരിശുദ്ധവാനാണ്. ആ ഖുർആനിൻ്റെ പ്രയോഗം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആ ഇസ്രായിൻ്റെ ഞാൻ ഈ പറഞ്ഞ ദൂരവും ഒക്കെ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കുമ്പോൾ ആ സുബ്ഹാനയുടെ അർത്ഥവ്യാപ്തി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് ഇസ്രാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ഇസ്രായിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഇസ്രായിനെ പറ്റി നമ്മൾ വളരെ ചുരുക്കത്തിൽ നമുക്കറിയാവുന്ന വളരെ ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ്, അള്ളാഹുവിനെ കാണാനുള്ള പ്രയാണമാണ് ഏഴാകാശത്തിലേക്ക്. അങ്ങനെ വിശാലമായ ചരിത്രത്തിൽ നിന്ന് അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കൾക്ക് മുഴുവനും വഫാത്തായി മരണപ്പെട്ടുപോയ സർവ്വ അമ്പിയാക്കളും അവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് പ്രമാണം. എങ്ങനെ മരിച്ചവരെങ്ങനെ ജീവിച്ചു എന്നൊക്കെ ചോദിക്കുന്ന വഹാബികൾക്കൊരിക്കലും ഇസ്രാ എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നതോ ആഘോഷിക്കാൻ പറ്റുന്നതോ സന്തോഷിക്കാൻ പറ്റുന്നതോ അല്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. അവർ യുക്തിവാദികളാണ്, മതത്തിനുള്ളിലെ യുക്തിവാദികളാണ്. ആ എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിച്ചു, അവിടുന്ന് ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ബാറക്നാ ഹൗല എന്ന് മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ചുറ്റുഭാഗത്തും വലയം, ബറക്കത്ത് കൊണ്ട്, ഐശ്വര്യം കൊണ്ട് വലയം ചെയ്യപ്പെട്ട സ്ഥലമാണ്. കാരണം അതിൻ്റെ ചുറ്റുഭാഗത്തും മഹാന്മാരാകുന്ന അമ്പിയാക്കൾ, ഒരുപാട് അമ്പിയാക്കളുടെ മഖ്ബറുകൾ, ഖബറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഖബറുകൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് പറയുന്ന വഹാബികൾ ഇത് കേൾക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ തന്നെ ബാറക്നാ ഹൗല എന്ന് പറയുന്നുണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ ആ മസ്ജിദിൽ നിന്ന് നിസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിലേറിക്കൊണ്ട് ജിബ്രീൽ സ്വലാത്തു വസ്സലാം മുഖേന ജിബ്രീൽ സ്വലാമിൻ്റെ കൂടെ 7 ആകാശങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹയിൽ എത്തുകയാണ്. അള്ളാഹുവിനെ കാണുകയാണ്. മുനാജാത്ത് നടത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്കും തൻ്റെ സമുദായത്തിനും വരാൻ പോകുന്ന ഉമ്മത്തിനും അവിടുന്ന് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അതാണ് നമുക്കൊക്കെ അറിയാവുന്ന 5 വഖത്ത് നിസ്കാരം. അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിസ്കാരം എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിനും മിഅറാജാണ്. ഓരോ മുഅ്മിനും നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം മിഅറാജാണ്. ആ ഒരു പ്രയാണമാണ്. ആരിലേക്കുള്ള പ്രയാണം? അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ് ഓരോ മുഅ്മിനും നിസ്കാരം നിർവഹിക്കും. അപ്പോൾ നമ്മൾ നിരന്തരം ഓരോ ദിവസവും മിഅറാജ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അപ്പോൾ ഇതാണ് ഇസ്രാ മിഅറാജിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം എന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു പുണ്യമാക്കപ്പെട്ട സമയം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.